ചില കുടുംബങ്ങളിലെ അമ്മായിമ്മ മരുമകൾ ചേരില്ല, പ്രത്യേകിച്ച് അടുക്കളയിൽ ഒട്ടും തന്നെ ചേരില്ല എന്നുള്ളതാണ്. അങ്ങനെ വഴക്കടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രസമാണ് അവർക്ക്. അങ്ങനെ പോകുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവരുടെ വഴക്ക് മാറ്റാൻ ഒരു വഴി നിർദ്ദേശിക്കേണ്ടി വന്നു. കാരണം നിരന്തരമായിട്ടുള്ള വഴക്കാണ്, ഒട്ടും ഒത്തുപോകുന്നില്ല. പ്രത്യേകിച്ച് അടുക്കളയിലാണ് അവരുടെ വഴക്ക് കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ അടുക്കളയിൽ വഴക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു കിച്ചൺ തെറാപ്പി പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അവരുടെ കുടുംബത്തിൽ തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ള മറ്റൊരു പരാതി. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ട് മിണ്ടുന്നില്ല. ഒരു സമ്പന്ന കുടുംബമാണ്, മാത്രമല്ല ആധുനിക രീതികളൊക്കെ തന്നെ ഉള്ളതാണ്. നല്ല എന്താ പറയുക, വീട്ടിലെല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഒരു കുറവും ഇല്ലാത്തൊരു കുടുംബമാണ്. പക്ഷേ ഒരേ ഒരു കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷന് കുറവുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുള്ള ഒരു കിച്ചൺ തെറാപ്പി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ആ മകനോട് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് ഈ മരുമകളുടെ, അതായത് ആ കുടുംബത്തിലെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം. മരുമകൾക്കാണെങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ ആധുനിക രീതിയിലുള്ള ഭക്ഷണ സമ്പ്രദായങ്ങളൊക്കെയാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി ഒരു പുതിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അവൾക്ക് വലിയ താല്പര്യം. പക്ഷേ അമ്മായിമാണ്ട് കാര്യമായിട്ട് സഹകരിക്കാറില്ല. പക്ഷേ എന്തായാലും ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തപ്പോൾ അവർക്കത് അതിൽ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളത്. കാരണം അവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരുമകൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഭർത്താവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ വീട്ടിൽ മരുമകൾ കുക്ക് ചെയ്യുമ്പോൾ ഈ അമ്മായിമ്മയുടെ റോള് തീർച്ചയായിട്ടും അതിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുകയും കഴുകുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ തിരി സംസാരങ്ങളൊക്കെ കുടുംബവുമായി ബന്ധപ്പെടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. കുക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭർത്താവാണെന്നുണ്ടെങ്കിൽ തേങ്ങ ചെരുകി കൊടുക്കുന്നൊരവസ്ഥ. അങ്ങനെ ഓരോ അംഗങ്ങൾക്കും അവിടെ വർക്ക് വരികയാണ്. അടുക്കളയിൽ ആ ഭക്ഷണം പാകം ചെയ്യാൻ അതിൽ മെയിൻ വർക്കർ എന്ന് പറയുന്നത് ഈ മരുമകൾ തന്നെയാണ്. മരുമകൾ അങ്ങനെ അടുക്കളയുമായിട്ട് സെറ്റാവുകയാണ്. മാത്രമല്ല അത് തീർച്ചയായിട്ടും 2-3 ദിവസങ്ങൾ ആവർത്തിക്കുകയാകുമ്പോൾ അവരുടെ കുടുംബത്തിലൊരു രസമുണ്ടായി എന്ന് പറഞ്ഞാൽ അടുക്കള തെറാപ്പി തീർച്ചയായിട്ടും വർക്കൗട്ട് ആയിന്ന് ചുരുക്കം. അടുത്ത കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് തുടരുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വഴി. അത് തുടർന്നുകൊണ്ടേയിരിക്കുക, കുറച്ച് കാലം അങ്ങനെയാണ്ട് പോട്ടെ, അങ്ങനെയെങ്കിലും അവരുടെ കുടുംബത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവട്ടെ. അപ്പോൾ അടുക്കള തെറാപ്പി തീർച്ചയായിട്ടും എന്താ പറയുക, ഫലം കണ്ടു എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.